ഹായ്. ഹലോ. നമ്മളിന്ന് ഒരു റീമേക്ക് ഫിലിം, സൂറ റിപ്പോർട്ടറിന്റെ റീമേക്ക് ഫിലിം സർഫിറ. അക്ഷയ് കുമാറാണ് നായകൻ. അപ്പൊ നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് റിയാക്ഷൻ ചെയ്യാം. ഓക്കെ. मैं गर्दन तक कर्जे में डूबा हूँ. अगर भूल से भी पैसा आता है तो वो कर्जा देने में चला जा. मुझे कुछ नहीं है तुम्हारे पास. आइडिया है, बिजनेस आइडिया. मिनिस्टर साहब अभी बिजी है, कल पक्का. सर मेरे पास आपके 100 कार्ड है. मैंने 1000 छपा. आप एक बार मेरा प्रपोजल देख तो लीजिए सर. फोटो किसकी है? इधर हर जगह लगी हुई. परेश गोस्वामी, हिंदुस्तान की सबसे बड़ी एयरलाइन बनाई उसने. अरे सीधे मुंह बात तक नहीं करते वो. 10 फीट की रेडियस में जाके दिखाओ. लगी सर. हेलो सर, यू वांट टू स्टार्ट एन एयरलाइन. हिंदुस्तान की पहली लो कॉस्ट एयरलाइन सर, अगर आप चाहें. अगर मैं चाहूँ तो पब्लिक टॉयलेट साफ करने वाले हमारी बगल में आके बैठे. मैं नहीं चाहता. एयरलाइन चलाना बड़े लोगों का काम है. तुम गांव जाओ और अपनी गाय भैंस चलाओ. कहाँ चील गीत के बीच में अपनी छोटी सी चोंच घुसा रहे हो? तुम कौन हो? वो आम आदमी जो आप जेब में 1 रुपया लेकर भी उड़ने का सपना देख सकता है. 1 रुपए का फ्लाइट टिकट. क्या आप लोगों के जान की कीमत सिर्फ 1 रुपया? सर मुझे बस एक मौका चाहिए सर. सर मैं चाहता हूँ आम आदमी आसमान छू सके सर. वीर कहता है गाँव वालों को प्लेन में बिठाएगा. हर पंछी जिसके पर होते हैं जरूरी नहीं कि वो उड़ सकता है. वो जो कहता है करके दिखाता है. करेगा ना? ओ भाई बस चलो. खाना पानी बिजली मेडिकल फैसिलिटीज की तरह लो कॉस्ट एविएशन भी हमारी तरक्की के लिए जरूरी है. मैं आम आदमी के लिए सिर्फ कॉस्ट बैरियर नहीं, कॉस्ट बैरियर भी तोड़ना चाहता हूँ. കണ്ടില്ലേ? സുധാകുങ്ങരയാണ് ഡയറക്ടർ. ആ അവരെന്നെയാണോ? അവരെന്നെ. ആ അല്ല, സ്റ്റോറി ഡയറക്ടഡ് ബൈ. സിനിമ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അതുപോലെ തന്നെ, അല്ലാതെ കുറച്ചും കൂടിയും ബഡ്ജറ്റ് ഉണ്ടാവും തോന്നുന്നു. അക്ഷയ് കുമാറിന്റെ ഒക്കെ സിനിമ ആയതുകൊണ്ട്, ഹിന്ദി ആയതുകൊണ്ടൊക്കെ കുറച്ചും കൂടി ആ റിച്ച്നെസ് ഉണ്ടായിരിക്കും. തമിഴും ഇപ്പൊ ആ ഒരു റിച്ച് സെറ്റപ്പിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ കുറച്ചും കൂടിയും ഡ്രാമ ഉണ്ടാവും സിനിമയില്. അക്ഷയ് കുമാർ ആ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ ഇളകിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഫ്ലൈറ്റും കുത്തി നിലത്ത് വീണ് അക്ഷയ് കുമാർ എല്ലാരും രക്ഷിക്കാതായിരുന്നാ മതി. അല്ല പറഞ്ഞാണ് കഥ. ഇവര് ആ കഥയ്ക്ക് ഒരു ചെറിയ വ്യത്യാസം വരുത്തും, ചെറിയൊരു ട്വിസ്റ്റ് വരുത്തും അവർക്ക് വേണ്ട രീതിയിലാക്കാൻ വേണ്ടിട്ട്. പക്ഷെ അതിന്റെ ഡയറക്ടർ അങ്ങനെ ആക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സെയിം ഡയറക്ടർ തന്നെ ആയതുകൊണ്ട് അതെ, ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമ്മളെന്തായാലും തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണാൻ പോകുന്നില്ല. കാരണം ഹിന്ദി പ്രേക്ഷകർ കാണട്ടെ. നമ്മള് അല്ല, നമ്മുടെ കഥയില്ല, നമ്മുടെ കഥയില്ല, തമിഴാണ്. നമ്മള് തമിഴ് സിനിമ നമ്മുടെ സിനിമയെ നമ്മുടെ ഹോം പോലെയാണ് കാണുന്നത്. അല്ലാതെ നമുക്ക് മലയാളികൾക്ക് സിനിമകൾക്കൊന്നും അതിനൊരു വ്യത്യാസമില്ല. തമിഴ് ഇറങ്ങുന്ന മിക്ക സിനിമകളും നമ്മൾ കാണുന്നുണ്ട്. ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ മെയിൻ റിലീസുകൾ മാത്രമായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവും. പിന്നെ OTT വന്നതോടുകൂടി നമ്മളെല്ലാ തരത്തിലുള്ള സിനിമകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഇറങ്ങട്ടെ, വിജയിക്കട്ടെ. അല്ല, ഹിറ്റാവും എന്ന് പറഞ്ഞാൽ നല്ല കഥയാണ്. ഒരു കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ തരത്തിലുള്ള എലമെന്റ്സും ഉള്ള, ഹൈ കിട്ടുന്ന തരത്തിലുള്ള പല സീനുകളുള്ള സിനിമയാണ്. ഇനി പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഉർവശിയുടെ ക്യാരക്ടറൊക്കെ അക്ഷയ് കുമാറിന്റെ അമ്മയായിട്ട് ചെയ്ത് ഇപ്പൊ ട്രെയിലറിലൊക്കെ കാണുമ്പോൾ നല്ല രസിക്കുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള കെമിസ്ട്രിയും പരിപാടികളും നായികയുടെ ഒപ്പമുള്ള കെമിസ്ട്രി അങ്ങനെ എല്ലാം കൂടി
മൊത്തത്തിൽ ഒരു റിച്ച്നെസ് ഫീൽ പരിപാടികളൊക്കെ ഉണ്ട്. മറ്റ് സുരാറേ പോട്ടർ സിനിമയോട് എന്ത് ചെയ്യുന്ന നീതി പുലർത്തുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സന്ധിക്കും വരെ വണക്കം. ബൈ.